മഹാരാഷ്ട്രയിൽ എണ്ണിയത് പോൾ ചെയ്തതിനേക്കാൾ 5 ലക്ഷത്തിൽ അധികം വോട്ടുകൾ. കോൺഗ്രസ് കോടതിയിലേക്ക്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പൊരുത്തക്കേടെന്ന് ആരോപണം. വിവരങ്ങളുടെ വിശകലനത്തിലാണ് എണ്ണിയ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും തമ്മിൽ അന്തരം കണ്ടെത്തിയത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം ആകെ പോൾ ചെയ്ത വോട്ടുകൾ 64,88,195 ആയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 66.05% അന്തിമ വോട്ടിംഗ് ശതമാനമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. ഫലപ്രഖ്യാപന ദിവസം ആകെ എണ്ണിയത് 64,59,2508 വോട്ടുകളാണെന്നാണ് കണക്ക്. ഇങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസം പോൾ ചെയ്ത വോട്ടിനേക്കാൾ 5,04,313 അധികം വോട്ടുകൾ വോട്ടെണ്ണൽ ദിവസം എണ്ണിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഫലത്തിൽ ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ് കോടതിയെ സമീപിച്ചു. മഹാരാഷ്ട്രയിൽ ആകെയുള്ള 288 നിയമസഭാ സീറ്റുകളിൽ 8 മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കുറവായിരുന്നു എണ്ണിയ വോട്ടുകളുടെ എണ്ണം. ബാക്കിയുള്ള 280 മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകളാണ് എണ്ണിയത്. പോൾ ചെയ്തതിനേക്കാൾ 4,538 വോട്ടുകൾ കൂടുതൽ എണ്ണിയ അശ്വതി മണ്ഡലത്തിലും 4,155 വോട്ടുകളുടെ വ്യത്യാസമുള്ള ഒസ്മാനാബാദ് മണ്ഡലത്തിലുമാണ് ഏറ്റവും പ്രകടമായ പൊരുത്തക്കേടുകൾ സംഭവിച്ചിരിക്കുന്നത്. പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണപ്പെട്ട പട്ടികയിൽ ഉൾപ്പെട്ട വിവിധ മണ്ഡലങ്ങളിലെ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. നവപൂർ അസംബ്ലി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം മൊത്തം വോട്ടർമാരുടെ എണ്ണം 2,95,786 ആയിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം 2,40,022 വോട്ടുകൾ പോൾ ചെയ്തതായാണ് കണക്ക്. എന്നാൽ നിലവിലെ ഫലപ്രഖ്യാപനത്തിന്റെ കണക്കുകൾ പ്രകാരം ആകെ എണ്ണിയത് 2,41,193 വോട്ടുകളാണ്. ഇത് പോൾ ചെയ്ത വോട്ടുകളേക്കാൾ 1,171 കൂടുതലാണ്. ഇവിടെ വിജയിച്ച ഭൂരിപക്ഷം 1,122 വോട്ടുകളാണ്. 2024 മെയ്യിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ തരത്തിലുള്ള പൊരുത്തക്കേടുകൾ സംസ്ഥാനത്ത് കണ്ടെത്തിയിരുന്നു. വോട്ടർമാരുടെ പോളിംഗ് ഡാറ്റയും ഒരേ പോളിംഗ് സ്റ്റേഷനിലും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം രേഖപ്പെടുത്തുന്ന ഫോം 17C സംബന്ധിച്ച് അന്ന് തന്നെ സംശയങ്ങൾ ഉയർന്നിരുന്നു.